കൃഷ്ണന് സമർപ്പിക്കാൻ മയിൽപ്പീലികളുമായാണ് പ്രധാനമന്ത്രി ഈ കടലിനടിയിലേക്ക് മുങ്ങിയത്. അതിനുശേഷം കാലത്തിനും നഗരത്തിനും ഒക്കെ ഇടയിലുള്ള ഒരു അനുഭൂതി, കാലത്തിനതീതമായ ഒരു അനുഭൂതി തനിക്ക് ലഭിച്ചുവെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങളിലാൽ? ഇത് സാധാരണ ഒരുപാട് പേര് പോകാറുള്ളൊരു സ്ഥലം കൂടിയാണ്. ഈ സ്കൂബ ഡൈവിന് വേണ്ടിയിട്ട് അവിടെ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ പറയാൻ അത് ആഗ്രഹമുള്ള ആളുകൾക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഗുജറാത്തിൽ നിന്ന് പോയാൽ മതി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഈ യാത്രയെ അദ്ദേഹം കുറെ കൂടി ദൈവികമായിട്ടാണ്, ആത്മീയമായിട്ടാണ് സമീപിച്ചത് എന്ന് വേണം പ്രധാനമായിട്ടും പറയാം. കാരണം പുതിയ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം തനിക്ക് ദ്വാരക കാണണമെന്നുള്ള തൻ്റെ ചിരകാല ആഗ്രഹങ്ങളിലൊന്നാണ്. അതുകൊണ്ട് ദ്വാരക കാണണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ദ്വാരക നഗരം ഗുജറാത്തിൻ്റെ തീരത്ത് തന്നെയുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും പ്രാചീനമായിട്ടുള്ള ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകാപുരി എന്ന് പറയുന്നത് കടലെടുത്ത് പോയി എന്നുള്ളതാണല്ലോ സങ്കല്പം. ആ നഗരം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് പോകണമെന്ന് പറയുന്നത്. ഈ ആഗ്രഹം കൊണ്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. അവിടേക്ക് അവിടെ ചെന്നതിന് ശേഷം ഏകദേശം ഒരു 2-3 മിനിറ്റ് ചമ്രം പടിഞ്ഞിരുന്ന് ഒരു ധ്യാനത്തിലും അദ്ദേഹം ഏർപ്പെട്ടു. ഈ ഒരു സമയത്ത് ഈ ഒരു യാത്രയ്ക്ക് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുണ്ട്, പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തുള്ളത്. പക്ഷേ അതിലേറെ അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്ന സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട ഒരു അനുഭൂതിയെക്കുറിച്ചാണ്. നേരത്തെ സെയ്ദ് പറഞ്ഞ പോലെ ആത്മീയമായ ഒരു ലോകത്തേക്കുള്ളൊരു കടന്നുവരവായിട്ടാണ് തനിക്ക് തോന്നിയത്. ഈ കാലഘട്ടത്തിൽ നിന്ന് പ്രാചീന കാലഘട്ടത്തിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തൻ്റെ കൺമുന്നിൽ കാണുന്നത് പോലെ തനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. നേരത്തെ ഈ കണ്ണന് കൊണ്ടുപോയ ഒരു മയിൽപ്പീലി കൂടി അദ്ദേഹം അവിടെ സമർപ്പിച്ചതിന് ശേഷം തിരികെ എത്തിയായിരുന്നു. ഇന്ത്യൻ നേവിയുടെ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂബ ഡൈവ് നടന്നത്. അവരുടെ സഹായത്തോടു കൂടിയാണ് അവിടെ അദ്ദേഹം ചമ്രം പടിഞ്ഞിരുന്ന ധ്യാനത്തിലും ഏർപ്പെട്ടത്. കുറച്ച് മിനിറ്റുകൾ മാത്രം നീണ്ടു നിന്ന ഒരു പരിപാടി എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശ്രദ്ധയും ഇതോടൊപ്പം തന്നെ ആകർഷിച്ചു എന്നുള്ളത് അതിൻ്റെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നൊരു എഫേർട്ട്, അതായത് പല ആളുകളും ഈ ആഗ്രഹത്തോടു കൂടി അവിടെ വരുമ്പോൾ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സംഘർഷം കൂടി വളരെ കൂടുതലും, ഈ സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും. കടലിൻ്റെ വെള്ളത്തിനുള്ള സമ്മർദ്ദം അത് വേറെയാണ്. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അവിടെ ചെന്നിരിക്കുക എന്നുള്ളത് വേറെ അനുഭൂതിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു തന്ന കഥകളിലുള്ള കാര്യങ്ങളും കഥാപാത്രങ്ങളും എല്ലാമാണ് അവിടെ ഉള്ളത്. അതെല്ലാം ഒന്നുകൂടി കാണണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ ബാക്കിയൊരു, അതൊന്ന് കാണണമെന്നൊരാഗ്രഹം സ്വാഭാവികമായിട്ട് ഈ കഥകൾ കേട്ട് പഠിച്ച ആളുകൾക്ക് പലർക്കും ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഒരു സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങൾ കൂടിയാണ് അത്. അതിനെ 2 രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അത് എടുക്കുന്നയാളുടെ മനോജിതം പോലെ ഇരിക്കും. എന്തുതന്നെയാണെങ്കിലും അതിനെ അദ്ദേഹം എടുത്തിരിക്കുന്നത് ആത്മീയമായ ഒരു നിമിഷമായി തന്നെയാണ്.